Dear students, welcome to our video. അഡ്വാൻസ്ഡ് സർവേയിങ്ങിൻ്റെ കോഴ്സ് ഔട്ട്കം 1-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അഡ്വാൻസ്ഡ് സർവേയിങ്ങിൻ്റെ കോഡ് വരുന്നത് സബ്ജക്റ്റ് കോഡ് വരുന്നത് 3011. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ. അതിൽ പാർട്ട് എ പാർട്ട് ബിയുടെ കൊടുത്തിട്ടുണ്ട്, പാർട്ട് സി നെക്സ്റ്റ് പേജിലുണ്ട്. പാർട്ട് എയിൽ 3 ക്വസ്റ്റ്യൻസ് ഓരോന്നും ഓരോ മാർക്കിൻ്റെ, പാർട്ട് ബിയിൽ 2 ക്വസ്റ്റ്യൻസ് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് ബിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, ദെൻ പാർട്ട് സിയിൽ 3 ക്വസ്റ്റ്യൻസ് ഓരോന്നും 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പാർട്ട് എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഡിഫൈൻ കോണ്ടൂർ. കോണ്ടൂർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ആ കോണ്ടൂർ എന്താണെന്നുള്ളത് ജസ്റ്റ് ഡിഫൈൻ ചെയ്യുക, അതിൻ്റെ ഡെഫിനേഷൻ എഴുതുക, അതിനാണ് 1 മാർക്ക്. ഡെഫിനേഷൻ മാത്രം എഴുതിയാൽ മതി, ഫിഗറിനെ കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല. ഞാനിവിടെ എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് കോണ്ടൂർ? കോണ്ടൂർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇമാജിനറി ലൈൻ ഓൺ ദ ഗ്രൗണ്ട് ബൈ ജോയിനിങ് ദ പോയിൻറ്റ്സ് ഓഫ് സെയിം എലിവേഷൻ. സെയിം എലിവേഷനിലുള്ള പോയിൻറ്റുകളെ ജോയിൻ ചെയ്തിട്ട് ഗ്രൗണ്ടിൽ വരയ്ക്കുന്ന ഇമാജിനറി ആയിട്ടുള്ളൊരു ലൈന്, അതിനെയാണ് കോണ്ടൂർ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഹില്ലിൻ്റെ റെപ്രസെൻറ്റേഷനാണ്, കോണ്ടൂർ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ ഈ സെൻറ്ററിൽ കൊടുത്തിട്ടുള്ള പോർഷൻ കണ്ടോ, അതിൽ 600 എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ എലിവേഷൻ 600. ദെൻ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ലൈൻ വരുന്നത് ഇവിടെ, അതിൽ എലിവേഷൻ വരുന്നത് 500. ദെൻ അതിൻ്റെ ഔട്ടറിൽ വരുന്ന എലിവേഷൻ എത്രയാണ്? 400. അങ്ങനെ ഔട്ടറിലേക്ക് വരുന്തോറും എലിവേഷൻ കുറഞ്ഞ് 100 വരെ എത്തുന്നുണ്ട് അല്ലേ. അതായത് ഏറ്റവും ടോപ്പിൽ എലിവേഷൻ കൂടുതലും അവിടെ താഴേക്ക് വരുന്തോറും എലിവേഷൻ കുറഞ്ഞ് വരികയും ചെയ്യാണ്. ഇതൊരു ഹില്ലിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. ഇതിലിപ്പോൾ ഈ 600 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള ഈ സർക്കിൾ ഉണ്ടല്ലോ, അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് 600 എലിവേഷനിലുള്ള എല്ലാ പോയിന്റുകളെയും ജോയിൻ ചെയ്ത് വരക്കുന്ന ഒരു ലൈന്, അതാണ് ഈ സെൻറ്ററിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഔട്ടറിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ഇതെന്ന് പറയുന്നത് 500 എലിവേഷനിലുള്ള എല്ലാ പോയിൻറ്റ്സും ജോയിൻ ചെയ്ത് വരയ്ക്കുന്നതാണ് നെക്സ്റ്റ് വൺ കാണിച്ചത്. അങ്ങനെ ഓരോ എലിവേഷനിലുള്ള ഇമാജിനറി ലൈനുകൾ ജോയിൻ ചെയ്തിട്ട് വരയ്ക്കുക, ഇതിനാണ് കോണ്ടൂർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു ഹില്ലിനെയാണ്. അതായത് ടോപ്പിൽ വരുന്നത് ഹയർ എലിവേഷനുള്ള പോയിൻറ്റ്സും ദെൻ ഡൗൺവേർഡ് വരുന്ന സമയത്ത് എലിവേഷൻ കുറഞ്ഞ് വരികയും ചെയ്യാം. ഇതൊരു ഹില്ലിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. ഓക്കെ, അപ്പോൾ ഇത് ഫിഗറൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് കോണ്ടൂർ എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്താൽ മാത്രം മതി. കോണ്ടൂർ ഈസ് ആൻ ഇമാജിനറി ലൈൻ ഓൺ ദ ഗ്രൗണ്ട് ബൈ ജോയിനിങ് പോയിൻറ്റ്സ് ഓഫ് സെയിം എലിവേഷൻ. സെയിം എലിവേഷനിലുള്ള പോയിന്റുകൾ ജോയിൻ ചെയ്തിട്ട് വരയ്ക്കുന്ന ലൈനിനെ, ഒരു ഇമാജിനറി ലൈൻ, അതിനെയാണ് കോണ്ടൂർ എന്ന് പറയുന്നത്. ദാറ്റ്സ് ഇനഫ്. ഓക്കെ, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാൻ നോക്കാം. പാർട്ട് എയിലെ 2ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, പാർട്ട് എയിലെ 2ാമത്തെ ക്വസ്റ്റ്യൻ ട്രെനിയൻ ആക്സിസ് ഓഫ് തിയോഡലൈറ്റ്. തിയോഡലൈറ്റിൻ്റെ ട്രെനിയൻ ആക്സിസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹൊറിസോണ്ടൽ ആക്സിസിനെയാണ് ട്രെനിയൻ ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, തിയോഡലൈറ്റിൻ്റെ ഹൊറിസോണ്ടൽ ആക്സിസിനെ പറയുന്ന പേരാണ് ട്രെനിയൻ ആക്സിസ്. ഓക്കെ, അപ്പോൾ ആൻസർ നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് എഴുതിയാൽ മതി. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതാം എബൌട്ട് വിച്ച് ദ ടെലസ്കോപ്പ് ഈസ് റൊട്ടേറ്റഡ് ഇൻ ട്രാൻസിറ്റിംഗ്. നമ്മൾ ട്രാൻസിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ടെലസ്കോപ്പ് റൊട്ടേറ്റ് ചെയ്യുന്നത് ഏത് ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ്? ഹൊറിസോണ്ടൽ ആക്സിസ് അല്ലെങ്കിൽ ട്രെനിയൻ ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രാൻസിറ്റിംഗ് ചെയ്യുന്നത് അല്ലേ. അത് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം, അല്ലെങ്കിലും ഹൊറിസോണ്ടൽ ആക്സിസിന് മാത്രം എഴുതിയാലും ആൻസർ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഫിഗർ നോക്കാം. ഈ ഫിഗറിൽ കണ്ടോ ട്രെനിയൻ ആക്സിസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ട്രെനിയൻ ആക്സിസ്, അതായത് ഹൊറിസോണ്ടൽ ആക്സിസ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടെലസ്കോപ്പ് റൊട്ടേറ്റ് ചെയ്യുന്നത് ട്രാൻസിറ്റിങ്ങിൻ്റെ സമയത്ത് അല്ലേ. അതായത് ട്രാൻസിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ടെലസ്കോപ്പ് കണ്ടോ, ഈ ടെലസ്കോപ്പിനെ നമ്മൾ ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് എബൌട്ട് ട്രെനിയൻ ആക്സിസ് ആണ്. അത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇപ്പം ട്രെനിയൻ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ആക്സിസിനെയാണ് ട്രെനിയൻ ആക്സിസ് എന്ന് പറയുന്നത്. എബൌട്ട് വിച്ച് ടെലസ്കോപ്പ് ഈസ് റൊട്ടേറ്റഡ് ഡ്യൂറിങ് ട്രാൻസിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് ടെലസ്കോപ്പ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ വിശദമായിട്ട് വേറെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ട്രെനിയൻ ആക്സിസ് ഓഫ് എ തിയോഡലൈറ്റ് ഈസ് ദി ഹൊറിസോണ്ടൽ ആക്സിസ്. നൗ പാർട്ട് എയിലെ 3ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ
ഡ്രോ കോണ്ടൂർ ലൈൻസ് ഫോർ യൂണിഫോംലി സ്ലോപ്പിംഗ് ഗ്രൗണ്ട്. യൂണിഫോംലി സ്ലോപ്പിംഗ് ഗ്രൗണ്ടിൻ്റെ കോണ്ടൂർ വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. യൂണിഫോംലി സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഗ്രൗണ്ടിൻ്റെ കോണ്ടൂർ. ഓക്കെ, നമ്മൾ കോണ്ടൂർ ലൈൻ എന്താണെന്ന് നേരത്തെ പറഞ്ഞു. ഇറ്റ്സ് ആൻ ഇമാജിനറി ലൈൻ ഓൺ ദ ഗ്രൗണ്ട് ബൈ കണക്റ്റിംഗ് ഓർ ബൈ ജോയിനിങ് പോയിൻറ്റ്സ് ഓഫ് ഈക്വൽ എലിവേഷൻ അല്ലെങ്കിൽ സെയിം എലിവേഷനിലുള്ള പോയിന്റുകളെ ജോയിൻ ചെയ്ത് വരക്കുമ്പോൾ കിട്ടുന്ന ഇമാജിനറി ലൈനിനെയാണ് കോണ്ടൂർ എന്ന് പറയാൻ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ഇനി ഓരോ ഗ്രൗണ്ടിനും കോണ്ടൂർ ലൈൻസ് വേറെ വേറെ രീതിയിലാണ് നമ്മൾ വരക്കുന്നത്, ഡിഫറെൻ്റ് ആയിട്ടാണ് വരക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് യൂണിഫോംലി സ്ലോപ്പിംഗ് ഗ്രൗണ്ടിനെ എങ്ങനെയാണ് കോണ്ടൂർ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഞാൻ 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രൗണ്ടുകളുടെ കോണ്ടൂർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് സ്റ്റീപ്പ് സ്ലോപ്പാണ്. അപ്പോൾ അവിടെ കോണ്ടൂർ ലൈൻസുകൾ ഇങ്ങനെ അടുത്തടുത്തായിട്ടാണ് വരുന്നത് അല്ലേ. നെക്സ്റ്റ് വണ് ജെൻറ്റൽ സ്ലോപ്പ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, കുറച്ചും കൂടി കോണ്ടൂർ ലൈൻസ് ഡിസ്റ്റൻസിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മൂന്നാമത്തെ കൊടുത്തിലാണ് യൂണിഫോം സ്ലോപ്പ്, ദിസ് വൺ. ഇതാണ് നമ്മളോട് വരക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് മാത്രം വരച്ചാൽ മതി, ബാക്കിയുള്ളതൊക്കെ ഞാൻ അതിൻ്റെ കൂടെ കാണിച്ചു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. പിന്നെ യൂണിഫോം സ്ലോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഫ്രീ ഹാൻഡായിട്ട് ഇക്വിഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ലൈൻസുകൾ വരക്കുക, അത്രയേ ഉള്ളൂ. ഇക്വിഡിസ്റ്റൻ്റ് ആയിട്ട് ഫ്രീ ഹാൻഡായിട്ട് വരക്കുക, അതാണ് യൂണിഫോം സ്ലോപ്പിൽ. പിന്നെ നാലാമത്തെ കാണിച്ചിട്ടുള്ളത് ദിസ് വൺ എന്ന് പറയുന്നത് പ്ലെയിൻ സർഫസ് ആണ്. അവിടെയുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ പ്ലെയിൻ സർഫസിൽ കോണ്ടൂർസ് വരക്കുമ്പോൾ ദാറ്റ് ആർ സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. ഇക്വിഡിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈനുകളാണ് പ്ലെയിൻ സർഫസിൽ വരയ്ക്കുന്നത്. ഓക്കെ, ഡിഫറൻസ് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. യൂണിഫോം സ്ലോപ്പിൽ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസ് അല്ല ഫ്രീ ഹാൻഡ് ആയിട്ടാണ് വരക്കുന്നത്, ഇക്വിഡിസ്റ്റൻ്റ് ആയിട്ട് തന്നെ. പക്ഷേ പ്ലെയിൻ സർഫസിൽ വരക്കുമ്പോൾ ഇക്വിഡിസ്റ്റൻ്റ് ആണ് ബട്ട് സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് 4 ടൈപ്പ് ഓഫ് ഗ്രൗണ്ടുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കോണ്ടൂറുകളാണ് കാണിച്ചിട്ടുള്ളത്. ഇതിലെ ഈ തേർഡ് വണ്ണ് യൂണിഫോം സ്ലോപ്പ്, ഇത് മാത്രം വരച്ചാൽ മതി ഈ ഒരു ക്വസ്റ്റ്യനിൽ. യൂണിഫോംലി സ്ലോപ്പിംഗ് ഗ്രൗണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് പാർട്ട് എയിലുള്ള 3 ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് പാർട്ട് ബിയിലേക്ക് പോകാം. പാർട്ട് ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്കെച്ച് റഫ്ലി എ കോണ്ടൂർ റെപ്രസെൻറ്റിങ് എ ഹില്ല്. ഹില്ലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കോണ്ടൂറിൻ്റെ സ്കെച്ച് വരക്കാൻ വേണ്ടിയിട്ടാണ് പാർട്ട് ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മളിത് പാർട്ട് എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കോണ്ടൂർ എന്താണെന്ന് പറഞ്ഞ സമയത്ത് ഹില്ലിൻ്റെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇത് അത് തന്നെയാണ് ഇവിടെ നോക്കുക. നമ്മൾക്ക് ഇവിടെ ഒരു ഹില്ലുണ്ട്. ഓക്കെ, ദിസ് ഈസ് ഹില്ല്. ഈ ഹില്ലിൽ ടോപ്പ് പോയിന്റിലായിരിക്കും എന്തായാലും എലിവേഷൻ കൂടുതലുണ്ടാവുക അല്ലേ. ഡൗൺവേർഡ് ആവും തോറും എലിവേഷൻ കുറഞ്ഞു വരികയാണ് ചെയ്യുക. അപ്പോൾ ടോപ്പിൽ എലിവേഷൻ കൂടുതലും താഴേക്ക് വരും തോറും എലിവേഷൻ കുറവും, അതാണ് ഹില്ലിൻ്റെ കേസിൽ. അപ്പോൾ നമ്മൾ ടോപ്പിലുള്ള ഭാഗം റെപ്രസെൻറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഈ സെൻറ്ററിൽ അല്ലേ. അപ്പോൾ ഇതിന് എലിവേഷൻ കൂടുതലായിരിക്കും. പിന്നെ നെക്സ്റ്റ് ഉണ്ടാകുമ്പോൾ എലിവേഷൻ കുറച്ചുകൂടെ കുറയും. ഓക്കെ, ദെൻ അഗെയിൻ എലിവേഷൻ വീണ്ടും കുറയും. അങ്ങനെ ഔട്ടറിലേക്ക് വരും തോറും എലിവേഷൻ കുറഞ്ഞ് വരികയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇത് വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു റഫായിട്ട് വാല്യൂസ് റെപ്രസെൻറ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഉള്ളിലുള്ള വാല്യൂസ് നമ്മൾ കൊടുക്കുമ്പോൾ 100 ആണ് കൊടുക്കുന്നതെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾക്ക് 90 കാണിക്കാം, അല്ലെങ്കിൽ 95 കാണിക്കാം, ദെൻ 90 കാണിക്കാം, 85, 80, അങ്ങനെ ഡൗൺവേർഡ് വരുംതോറും താഴേക്ക് വരുംതോറും എലിവേഷൻ കുറഞ്ഞു വരുന്നത്. ഉള്ളിലുള്ള വാല്യൂസ് ആയിരിക്കും ഹില്ലിൻ്റെ കേസിൽ എലിവേഷൻ കൂടുതലുള്ള പോയിൻറ്റ്സ്. ഓക്കെ, ഇനി ഇതേ സാധനം തന്നെ കോണ്ടൂർ തന്നെ നമ്മളൊരു വാലി റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരയ്ക്കുക? വാലി റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് വാലി എങ്കിൽ ഈ ഇതിൽ ഇവിടുത്തെ പോയിൻറ്റ്സ് ആയിരിക്കും കുറവ് അല്ലേ, ഇവിടുത്തെ എലിവേഷൻ ആയിരിക്കും കുറവ്. ഇത് മേലേക്ക് വരും തോറും എലിവേഷൻ കൂടി വരികയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ സെൻറ്ററിലുള്ള വാല്യൂസ് എന്തായിരിക്കും? കുറവും, ഔട്ടറിലുള്ള വാല്യൂസ് കൂടുതലും. സെൻറ്ററിലുള്ള വാല്യൂസ് കുറവ്, ഔട്ടറിലേക്ക് വരുന്നതോറും വാല്യൂസ് കൂടി വരിക. അപ്പോൾ ഇവിടെ 10 ആണെങ്കിൽ 20, 30 അങ്ങനെ കൂടി പോവുക ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നറിലുള്ള വാല്യൂസ് കുറവായിരിക്കും അല്ലേ, ദെൻ വാല്യൂസ് കൂടി വരികയായിരിക്കും ചെയ്യുക. ദിസ് റെപ്രസെൻറ്റ്സ് എ വാലി ആൻഡ് ദിസ് വൺ റെപ്രസെൻറ്റ്സ് ഹിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഹില്ലിൻ്റെ കേസാണ്, ഇത് മാത്രം ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് പാർട്ട് ബിയിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പാർട്ട് ബിയിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഫോർ ഫൈൻഡിങ് ദ ഡിഫ്ലക്ഷൻ ആംഗിൾ ഓഫ് എ ട്രാവേഴ്സ്. ഒരു ട്രാവേഴ്സിൻ്റെ ഡിഫ്ലക്ഷൻ ആംഗിള് കണ്ടുപിടിക്കാനുള്ള പ്രൊസീജിയറാണ് ചോദിക്കുന്നത്. പ്രൊസീജിയറായിട്ട് തന്നെ എഴുതുക. അതിൻ്റെ ഞാൻ ജസ്റ്റ് അതിൻ്റെ പ്രൊസീജിയർ ഒന്ന് പറയാം ഈ ഫിഗർ വെച്ചിട്ട്. അപ്പോൾ നമ്മളുടെ ട്രാവേഴ്സ്, നമ്മൾ ഡിഫ്ലക്ഷൻ ആംഗിൾ പറയുന്നത് എപ്പോഴും ഒരു ഓപ്പൺ ട്രാവേഴ്സിൻ്റെ കേസിൽ. നമുക്കറിയാം ട്രാവേഴ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ട്രാവേഴ്സും ഉണ്ട്, ക്ലോസ്ഡ് ട്രാവേഴ്സും ഉണ്ട്. അപ്പോൾ ഓപ്പൺ ട്രാവേഴ്സിൻ്റെ കേസിലാണ് നമ്മൾ പൊതുവേ ഡിഫ്ലക്ഷൻ ആംഗിളുകളൊക്കെ പറയുന്നത്. ഓപ്പൺ ട്രാവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ പോയിന്റിൽ എൻഡ് ചെയ്യില്ല. ട്രാവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സീരീസ് ഓഫ് കണക്റ്റഡ് ലൈൻസ്. ദ സീരീസ് ഓഫ് കണക്റ്റഡ് ലൈൻസ് എൻഡ് ചെയ്യുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ വന്ന് എൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ക്ലോസ്ഡ് ആയിരിക്കും. ഇനി എൻഡ് ചെയ്യുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റിലല്ലാതെ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ അതൊരു ഓപ്പൺ ട്രാവേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ പിക്ചറിൽ കൊടുത്തിട്ടുള്ളതൊരു ഓപ്പൺ ട്രാവേഴ്സാണ്. ഓക്കെ, ഓപ്പൺ ട്രാവേഴ്സാണ്. അതിൽ നമുക്ക് ലൈനുകളുടെ പേരുകൾ റെപ്രസെൻ്റ് ചെയ്ത് നോക്കാം. എ, ബി, സി, ഡി, ഇ, 4 സർവേ ലൈൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് ലൈൻ ഏതാണ്? എ ബി. അപ്പോൾ നമ്മൾ ഡിഫ്ലക്ഷൻ ആംഗിൾ കാണുന്ന പ്രൊസീജിയറിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് ലൈനിൻ്റെ ബിയറിങ് കണ്ടുപിടിക്കണം. ഓക്കെ, ഫസ്റ്റ് ലൈനിൻ്റെ ബിയറിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ലൈൻ എ ബി ആണ്. അപ്പോൾ എയിൽ നമ്മൾ തിയോളൈറ്റ് വെച്ചിട്ട് അതിൻ്റെ മാഗ്നറ്റിക് ബിയറിങ് കണ്ടുപിടിക്കണം. ലെറ്റ് ഇറ്റ് ബി തീറ്റ. എന്നിട്ട് ഇൻസ്ട്രുമെൻ്റ് നേരെ ബിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്യണം, അതറിയാമല്ലോ. സെറ്റിംഗ് അപ്പ്, സെൻറ്ററിങ്, ലെവലിങ്, ഫോക്കസിങ്, ഇത്രയും ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓരോ സ്റ്റേഷനിലും നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്തും ചെയ്യേണ്ടതാണ്. ഓക്കെ, ദെൻ ഫസ്റ്റ് നമ്മൾ എ എന്നുള്ള സ്റ്റേഷനിൽ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം എ ബി എന്നുള്ള ലൈനിൻ്റെ മാഗ്നറ്റിക് ബിയറിങ് കണ്ടുപിടിക്കുക. അതിനുശേഷം നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ബിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇൻസ്ട്രുമെൻറ്റ് ബിയിൽ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഹൊറിസോണ്ടൽ സർക്കിളിൽ 0 0 സെറ്റ് ചെയ്യുക. എന്നിട്ട് ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂ ലൂസൻ ചെയ്തിട്ട് നമ്മളുടെ ടെലസ്കോപ്പ് പോയിൻറ്റിങ് ടുവേർഡ്സ് എയിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് ലോവർ ടൈറ്റൻ ചെയ്യുക. ഫൈനർ ബൈസെക്ഷന് വേണ്ടിയിട്ട് ടാൻജൻറ്റ് സ്ക്രൂസ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഹൊറിസോണ്ടൽ സർക്കിൾ 0 0 റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടാകും. ടെലസ്കോപ്പ് പോയിൻറ്റിങ് ടുവേർഡ്സ് സ്റ്റേഷൻ എ ആൻഡ് അവർ തിയോഡലൈറ്റ് ഈസ് ഇൻ സ്റ്റേഷൻ ബി. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. എന്നിട്ട് വെർട്ടിക്കൽ ക്ലാമ്പിംഗ് സ്ക്രൂ ലൂസൻ ചെയ്തിട്ട് ടെലസ്കോപ്പിന് നേരെ പ്ലഞ്ച് ചെയ്യുക. പ്ലഞ്ച് ചെയ്യുന്ന ട്രാൻസിറ്റ് ചെയ്യുക. ദെൻ അവർ ടെലസ്കോപ്പ് വിൽ ബി പോയിൻറ്റിങ് ടുവേർഡ്സ് ദ എക്സ്റ്റൻഷൻ ഓഫ് എ ബി. ദിസ് ഈസ് ദ എക്സ്റ്റൻഷൻ ഓഫ് എ ബി. ഈ ഡയറക്ഷനിലായിരിക്കും ഇപ്പോൾ നമ്മളുടെ ടെലസ്കോപ്പ് പോയിൻ്റ് ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾക്ക് ബിയറിംഗ് എടുക്കണം, ഡിഫ്ലക്ഷൻ ആംഗിൾ എടുക്കണം. അതിന് വേണ്ടിയിട്ട് അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ലൂസൻ ചെയ്യുക. അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ലൂസൻ ചെയ്താൽ നമ്മളുടെ ആംഗിൾ മാറാൻ തുടങ്ങും. അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ടെലസ്കോപ്പ് ഇപ്പോൾ പോയിന്റ് ചെയ്യുന്നത് എക്സ്റ്റൻഷൻ ഓഫ് എ ബിയിലാണ്. അവിടെ നമ്മളുടെ ഹൊറിസോണ്ടൽ സർക്കിളിൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി 00 മിനിറ്റ് 00 സെക്കൻഡ്സ്. ഓക്കെ, ഇനി നമ്മൾ അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ലൂസൻ ചെയ്തിട്ട് റൊട്ടേറ്റ് ദ ടെലസ്കോപ്പ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ സോ ദാറ്റ് ദ പോയിന്റ് സി ഈസ് ബൈസെക്റ്റഡ്. അപ്പോൾ നമ്മുടെ ടെലസ്കോപ്പ് ഈ ഒരു ഡയറക്ഷനിൽ എത്തിയിട്ടുണ്ടാവും. ഫൈനർ ബൈസെക്ഷന് വേണ്ടിയിട്ട് ടാൻജൻറ്റ് സ്ക്രൂസ് യൂസ് ചെയ്യാവുന്നതാണ്. ടൈറ്റൻ ദി അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ. ഇപ്പം നമ്മളുടെ ടെലസ്കോപ്പ് ഹൊറിസോണ്ടൽ സർക്കിളിൽ കാണിക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത് ഈ ഒരു റീഡിംഗ് ആയിരിക്കും, ഈ ഒരു ആംഗിൾ ആയിരിക്കും അല്ലേ. നമ്മൾ പ്ലഞ്ച് ചെയ്ത സമയത്ത് ഈ ഒരു ഡയറക്ഷനിൽ നമ്മുടെ ടെലസ്കോപ്പ് ഉണ്ടാവും. ഹൊറിസോണ്ടൽ സർക്കിൾ 0 0 ആയിരുന്നു. അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ലൂസൻ ചെയ്തു. റൊട്ടേറ്റ് ദ ടെലസ്കോപ്പ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ സോ ദാറ്റ് ദ പോയിന്റ് സി ഈസ് ബൈസെക്റ്റഡ് ആൻഡ് ടൈറ്റൻ ദ അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ. യൂസ് ടാൻജൻറ്റ് സ്ക്രൂ ഫോർ ഫൈനൽ ബൈസെക്ഷൻ. നൗ ഇൻ അവർ ഹൊറിസോണ്ടൽ സർക്കിൾ ദ ആംഗിൾ ഈസ് ഷോൺ ദിസ് വൺ. ദിസ് ആംഗിൾ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. അതെന്താണ്? ഡിഫ്ലക്ഷൻ ആംഗിൾ അറ്റ് ബി. ഓക്കെ, ആ ആംഗിൾ നമ്മൾ മെഷർ ചെയ്തത് ഏത് ഡയറക്ഷനിലാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അല്ലേ. ഈ ഒരു ഡയറക്ഷനിലല്ലേ നമ്മൾ മെഷർ ചെയ്തത്. അതുകൊണ്ട് നമ്മൾ അതിനെ ഡെൽറ്റ ആർ എന്നാണ് കാണിക്കുന്നത്. ഡെൽറ്റ മീൻസ് ഡിഫ്ലക്ഷൻ ആംഗിൾ. ആർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മെഷർ ചെയ്തത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലേ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് വേണ്ടത് നമ്മൾ സിയിലെ ഡിഫ്ലക്ഷൻ ആംഗിൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇതിനിടയിൽ ഞാൻ ഒരു പോയിന്റും കൂടെ പറയാം. ഡിഫ്ലക്ഷൻ ആംഗിൾ അറ്റ് എ പോയിന്റ് മീൻസ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ എക്സ്റ്റൻഷൻ ഓഫ് പ്രീവിയസ് ലൈൻ ടു ദ നെക്സ്റ്റ് ലൈൻ. അതായത് എ ബി എന്നാണ് നമ്മളുടെ ലൈൻ ഉള്ളതെങ്കിൽ
BC ഇവിടെ വേറെ ലൈൻ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട്, ലൈൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ ബിയിലെ ഡിഫ്ലക്ഷൻ ആംഗിളാണ് കാണുന്നതെങ്കിൽ ബിയിലെ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ ബിയുടെ പ്രീവിയസ് ലൈന്, അതായത് ബിയുടെ പ്രീവിയസ് ലൈൻ എന്ന് പറഞ്ഞാൽ AB, അതിൻ്റെ എക്സ്റ്റൻഷനും ബിയുടെ നെക്സ്റ്റ് ലൈന് BC അതും തമ്മിലുള്ള ആംഗിൾ, ഇതിനെയാണ് ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻസ്ട്രുമെൻ്റ് നേരെ ബിയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് സിയിൽ പ്ലേസ് ചെയ്യുക. ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്യുക. എന്തൊക്കെയാണ് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ്? സെറ്റിംഗ് അപ്പ്, സെൻറ്ററിങ്, ലെവലിങ്, ഫോക്കസിങ്. നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വേറെ ക്വസ്റ്റ്യനിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. സിയിൽ പ്ലേസ് ചെയ്യാം. എന്നിട്ട് ഹൊറിസോണ്ടൽ സർക്കിൾ 0 സെറ്റ് ചെയ്യുക. ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂ ലൂസൻ ചെയ്തിട്ട് നമ്മുടെ ടെലസ്കോപ്പ് നേരെ ബീനെ സൈറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വെക്കുക. ബീനെ സൈറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ടെലസ്കോപ്പ് വെക്കുക. ഹൊറിസോണ്ടൽ സർക്കിൾ 0 സെറ്റ് ചെയ്യണം. എന്നിട്ട് വെർട്ടിക്കൽ ക്ലാമ്പിംഗ് സ്ക്രൂ ലൂസൻ ചെയ്യുക. ടെലസ്കോപ്പിന് നേരെ പ്ലഞ്ച് ചെയ്യുക. പ്ലഞ്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മുടെ ടെലസ്കോപ്പ് ഇങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നതെങ്കിൽ പ്ലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെലസ്കോപ്പ് നേരെ ഡയറക്റ്റ് ചെയ്യുന്നത് ഏത് ഭാഗത്തേക്കായിരിക്കും? ഈ ഒരു ഡയറക്ഷനിലായിരിക്കും അല്ലേ? ഈ ഒരു ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക. നമ്മൾ ടെലസ്കോപ്പിനെ പ്ലഞ്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെലസ്കോപ്പിൽ നിൽക്കുന്നത് ഹൊറിസോണ്ടൽ സർക്കിളിലുള്ള റീഡിങ് 0 ആണ്. ഇനി ഞാൻ അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ലൂസൻ ചെയ്തു. ഓക്കെ, ഇവിടെ സിയിലെ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത് സിയുടെ പ്രീവിയസ് ലൈന്, അതിൻ്റെ എക്സ്റ്റൻഷന്. പ്രീവിയസ് ലൈൻ ഏതാണ്? BCയുടെ എക്സ്റ്റൻഷന്, അതായത് ഈ ഒരു ലൈന് BCയുടെ എക്സ്റ്റൻഷന് സിയുടെ നെക്സ്റ്റ് ലൈനായിട്ടുള്ള CDയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ. ഓക്കെ, അതാണ് നമുക്കിവിടെ കാണേണ്ടത്. അതായത് ഈ ഒരു ആംഗിൾ, ഇതാണ് ഇവിടുത്തെ ഡിഫ്ലക്ഷൻ ആംഗിൾ. അപ്പോൾ നമ്മൾ പ്ലഞ്ച് ചെയ്ത് കഴിഞ്ഞ സമയത്ത് നമ്മുടെ ടെലസ്കോപ്പിൽ ഇപ്പോൾ ഹൊറിസോണ്ടൽ സർക്കിൾ 0 സെറ്റ് ആംഗിൾ ഉണ്ടാവും അല്ലേ? 0 ആണ് ആംഗിൾ ഉണ്ടാവും. ഇനി നമ്മൾ അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ലൂസൻ ചെയ്ത് ടെലസ്കോപ്പിനെ ഈ ഒരു ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. സോ ദാറ്റ് ദ പോയിന്റ് D ഈസ് ബൈസെക്റ്റഡ്. ഡീനെ ബൈസെക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യാം. ടാൻജൻറ്റ് സ്ക്രൂസ് യൂസ് ചെയ്യാം ഫോർ ഫൈനർ ബൈസെക്ഷൻ. ഓക്കെ, ഇനി അപ്പർ ടൈറ്റൻ ചെയ്യാം. അപ്പോൾ അവിടെ നമ്മുടെ ഹൊറിസോണ്ടൽ സർക്കിളിൽ കാണിക്കുന്ന റീഡിങ്, ആ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ ആംഗിൾ അറ്റ് C ആയിരിക്കും. ഓക്കെ, ഡിഫ്ലക്ഷൻ ആംഗിൾ അറ്റ് C ആയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ ടെലസ്കോപ്പ് റൊട്ടേറ്റ് ചെയ്തത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അല്ലേ? ഈ ഒരു ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ടെലസ്കോപ്പ് ഈ ഒരു ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്തത് അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ Δl എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക കേട്ടോ. C അല്ല, Δl. അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ ടെലസ്കോപ്പ് റൊട്ടേറ്റ് ചെയ്തത്. അതുകൊണ്ട് L എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഇനി അപ്പോൾ നമ്മൾ ബിയിലെയും സിയിലെയും ഡിഫ്ലക്ഷൻ ആംഗിൾ കണ്ടുപിടിച്ചു. അതുപോലെ നെക്സ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് ഡിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഡിയിലെ ഡിഫ്ലക്ഷൻ ആംഗിൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഡിയിലെ ഡിഫ്ലക്ഷൻ ആംഗിൾ കാണണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 0 സെറ്റ് ചെയ്തതിന് ശേഷം ടെലസ്കോപ്പ് പോയിൻറ്റിങ് ടുവേർഡ്സ് C ആവണം. നമ്മൾ ഡിയിലത്തെയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ സിയിലേക്ക് പോയിൻറ്റ് ചെയ്യുക. ദെൻ ടെലസ്കോപ്പിന് നേരെ പ്ലഞ്ച് ചെയ്യുക. പ്ലഞ്ച് ചെയ്യുമ്പോൾ ടെലസ്കോപ്പിൻ്റെ ഡയറക്ഷന് ഈ ഒരു ഡയറക്ഷനിൽ ടെലസ്കോപ്പ് ഉണ്ടാവും. എന്നിട്ട് നമ്മൾ വീണ്ടും ഡി എന്ന ലൈനിലേക്കാണ്, അതായത് ഇയിലേക്കാണ് നമുക്ക് പോയിന്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടെലസ്കോപ്പ് റൊട്ടേറ്റ് ചെയ്യേണ്ടത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അല്ലേ? അവിടെ നമ്മൾക്ക് Δr എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ടെലസ്കോപ്പ് റൊട്ടേറ്റ് ചെയ്തിട്ട് ഡിഫ്ലക്ഷൻ ആംഗിൾ കാണുന്നതെങ്കിൽ Δr എന്ന് റെപ്രസെൻ്റ് ചെയ്യും. ടെലസ്കോപ്പ് റൊട്ടേറ്റ് ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഫോർ ഫൈൻഡിങ് ദ ഡിഫ്ലക്ഷൻ ആംഗിൾ എങ്കിൽ നമ്മൾ Δl എന്ന് റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ടെലസ്കോപ്പ് പ്രീവിയസ് സ്റ്റേഷനിലേക്ക് സൈറ്റ് ചെയ്യുക, പ്ലഞ്ച് ചെയ്യുക, എന്നിട്ട് റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷൻ ആംഗിൾ അറ്റ് B ആണെങ്കിൽ നമ്മൾ ആ ആംഗിൾ എന്ന് പറയുന്നത് AB എന്നുള്ള ലൈനിൻ്റെ എക്സ്റ്റൻഷനും ബിയുടെ നെക്സ്റ്റ് ലൈനായിട്ടുള്ള BCയും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ, അതിനാണ് ഡിഫ്ലക്ഷൻ ആംഗിൾ അറ്റ് B എന്ന് പറയുന്നത്. ഡിഫ്ലക്ഷൻ ആംഗിൾ എന്താണെന്ന് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണിത് കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് ലൈനിൻ്റെ ബിയറിംഗ് കണ്ടുപിടിക്കുന്നത് എന്തിനാണ്? മാഗ്നറ്റിക് ബിയറിംഗ് അറ്റ് ഫസ്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നത് എന്തിനാണ്? നമ്മുടെ ഡയറക്ഷൻ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ഏത് ഡയറക്ഷനിലാണ് അത് പോകുന്നത് എന്നുള്ളത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിയറിംഗ് ഫസ്റ്റ് ലൈനിൽ കണ്ടുപിടിക്കുന്നത്. എന്നാലാണ് നമുക്ക് പ്ലോട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിഫ്ലക്ഷൻ ആംഗിൾ കണ്ടുപിടിക്കുന്നതിനുള്ള പ്രൊസീജിയർ. അതിവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞ പ്രൊസീജിയറുകൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പാർട്ട് സിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
പാർട്ട് സിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ റെപ്പറ്റീഷൻ മെത്തേഡ് ഫോർ ഹൊറിസോണ്ടൽ ആംഗിൾസ്. ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യാനുള്ള റെപ്പറ്റീഷൻ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യാൻ 2 മെത്തേഡ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, റെപ്പറ്റീഷൻ മെത്തേഡും റീഐട്രേഷൻ മെത്തേഡും. നിങ്ങൾക്ക് നോർമലി റെപ്പറ്റീഷൻ മെത്തേഡും റീഐട്രേഷൻ മെത്തേഡും രണ്ടും പഠിക്കണം. അതിൻ്റെ കൂടെ തന്നെ ഈ ഓരോ മെത്തേഡുകൾ വെച്ച് ചെയ്യുമ്പോഴും ഏതൊക്കെ ടൈപ്പ് എറേഴ്സുകളാണ് എലിമിനേറ്റ് ചെയ്ത് പോകുന്നത് എന്നുള്ളതും കൂടെ പഠിക്കണം കേട്ടോ. അതും ചിലപ്പോൾ ചില ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്. ഇനി ഇവിടെ റെപ്പറ്റീഷൻ മെത്തേഡ് ഫോർ ഹൊറിസോണ്ടൽ ആംഗിൾസ്, അതാണ് ഈ ക്വസ്റ്റ്യൻ. ഇവിടെ ലെറ്റ് അവർ പോയിൻറ്റ്സ് ആർ എ ആൻഡ് ബി. ഈ എയും ബിയും ഒ എന്നുള്ള പോയിന്റിൽ സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിളാണ് നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 2 സ്റ്റേഷൻസ് എയും ബിയും, അത് ഒ എന്നുള്ള സ്റ്റേഷനിലേക്ക് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ, അതായത് എ ഒ അതുപോലെ ബി ഒ, ഈ 2 ലൈനുകൾ തമ്മിലുള്ള ആംഗിൾ എ ഒ ബി. ആംഗിൾ എ ഒ ബി ആണ് റെപ്പറ്റീഷൻ മെത്തേഡ് വഴി നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഈ ഒരു ആംഗിൾ. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി തീറ്റ. ഇതാണ് നമ്മൾ റെപ്പറ്റീഷൻ മെത്തേഡ് വഴി കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ പ്രൊസീജിയറിലേക്ക് പോകാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ തിയോഡലൈറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഒ എന്നുള്ള പോയിന്റിൽ സെറ്റ് ചെയ്യാം. ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്യാം. സെറ്റിംഗ് അപ്പ്, സെൻറ്ററിങ്, ലെവലിങ് ആൻഡ് ഫോക്കസിങ്, ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂ ടൈറ്റൻ ചെയ്യുക. ഹൊറിസോണ്ടൽ സർക്കിളിൽ 0 സെറ്റ് ചെയ്യുക. ഓക്കെ, ഹൊറിസോണ്ടൽ സർക്കിളിൽ 0 സെറ്റ് ചെയ്തതിന് ശേഷം ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂ ലൂസൻ ചെയ്തിട്ട് ടെലസ്കോപ്പ് സൈറ്റ് ടുവേർഡ്സ് പോയിൻറ്റ് എ. നമ്മൾ പോയിൻറ്റ് എനെ സൈറ്റ് ചെയ്യുക. ഹൊറിസോണ്ടൽ സർക്കിളിൽ 0 സെറ്റ് ചെയ്യുക. എന്നിട്ട് ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂ ലൂസൻ ചെയ്തിട്ട് പോയിൻറ്റ് എനെ സൈറ്റ് ചെയ്യുക. എക്സാക്റ്റ് ബൈസെക്ഷന് വേണ്ടിയിട്ട് ടാൻജൻറ്റ് സ്ക്രൂസ് യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ അപ്പറും ലോവറും എല്ലാം ടൈറ്റ് ചെയ്യാം. ഇപ്പം നമ്മളുടെ ടെലസ്കോപ്പ് പോയിൻറ്റിങ് ടുവേർഡ്സ് എ ആണ്. ഹൊറിസോണ്ടൽ സർക്കിളിൽ 0 ഉണ്ടാവും. ഓക്കെ, ഇൻസ്ട്രുമെൻറ്റ് ഈസ് അറ്റ് സ്റ്റേഷൻ ഒ. ഓക്കെ, ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ലൂസൻ ചെയ്യുക. അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ലൂസൻ ചെയ്യുക. റൊട്ടേറ്റ് ദ ടെലസ്കോപ്പ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ സോ ദാറ്റ് ദ പോയിൻറ്റ് ബി ഈസ് ബൈസെക്റ്റഡ്. ഓക്കെ, the point B is bisected. Now tighten the upper clamping screw. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹൊറിസോണ്ടൽ സർക്കിളിൽ ഈ തീറ്റ എന്നുള്ള റീഡിങ് എത്രയാണ് ആംഗിൾ എന്നുള്ളത് റീഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഹൊറിസോണ്ടൽ സർക്കിളിൽ എ വെർനിയറും ബി വെർനിയറും റീഡ് ചെയ്യുക, ആവറേജ് എടുക്കുക, തീറ്റൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ആംഗിൾ ഒരു പ്രാവശ്യം മെഷർ ചെയ്ത് കഴിഞ്ഞു. ഇനി ലെറ്റ് ഇറ്റ് ബി 30 ഡിഗ്രി. നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 30 കിട്ടിയെന്ന് വിചാരിക്കുക. എ വെർനിയറും ബി വെർനിയറും എടുക്കുക, രണ്ടിൻ്റെ ആവറേജ് എടുത്തിട്ട് നമ്മൾ തീറ്റ മെഷർ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ചെയ്യാനുള്ളത് അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ടൈറ്റൻ ചെയ്തിട്ട് തന്നെ വെക്കുക, ലോവർ ലൂസ് ചെയ്യുക. ലോവർ ലൂസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ദ ടെലസ്കോപ്പ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ സോ ദാറ്റ് ദ പോയിൻറ്റ് എ ഈസ് ബൈസെക്റ്റഡ്. നമ്മൾ എ ബൈസെക്റ്റ് ചെയ്യുന്ന രീതിയിൽ ടെലസ്കോപ്പിനെ റൊട്ടേറ്റ് ചെയ്യുക ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. നമ്മൾ ലോവറാണ് ലൂസ് ചെയ്തിട്ടുള്ളൂ, അപ്പർ ലൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ എനെ സൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മളുടെ ഹൊറിസോണ്ടൽ സർക്കിളിൽ ഈ 30 എന്നുള്ള റീഡിങ് അവിടെ ഉണ്ടാവും. ഓക്കെ, നമ്മൾ അപ്പർ ലൂസൻ ചെയ്തിട്ടില്ല, ലോവർ മാത്രം ലൂസൻ ചെയ്തിട്ടാണ് എനെ ബൈസെക്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മളുടെ ഹൊറിസോണ്ടൽ സർക്കിളിൽ 30 എന്നുള്ള റീഡിങ് ഉണ്ടാവും. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം റീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. ഇനി നമ്മൾ രണ്ടാമതും ഈ ഒരു സെയിം ആംഗിൾ മെഷർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ലൂസൻ ചെയ്യുക, റൊട്ടേറ്റ് ദ ടെലസ്കോപ്പ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ സോ ദാറ്റ് ദ പോയിൻറ്റ് ബി ഈസ് ബൈസെക്റ്റഡ് ഫോർ ദ സെക്കൻഡ് ടൈം. ബിനെ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം മെഷർ ചെയ്തു. വെർനിയർ എയും വെർനിയർ ബിയും എടുക്കുക, ആവറേജ് എടുക്കുക. നമ്മൾക്ക് ബിനെ നമ്മൾ ബി എ ഒ ബി എന്നുള്ള ആംഗിൾ സെക്കൻഡ് ടൈം നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നോർമലി നമ്മളുടേത് കറക്റ്റ് ആണെങ്കിൽ ഡബിൾ ഉണ്ടാവും അല്ലേ. ലെറ്റ് ഇറ്റ് ബി 60. നൗ ലോവർ ലൂസൻ ചെയ്യുക, അപ്പർ ടൈറ്റൻ ചെയ്തിട്ട് തന്നെ വെക്കുക. നമ്മൾ അപ്പർ ടൈറ്റൻ ചെയ്യുന്നത് എന്തിനാണ്? റീഡിങ് മാറാതിരിക്കാനാണ്. ആ ഹൊറിസോണ്ടൽ സർക്കിളിലുള്ള ആ റീഡിങ് എത്രയാണോ അത് അതുപോലെ തന്നെ കീപ്പ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് അപ്പർ ടൈറ്റൻ ചെയ്തിട്ട് വെക്കുന്നത്. ഇനി ലോവർ മാത്രം ലൂസൻ ചെയ്യുക. റൊട്ടേറ്റ് ദ ടെലസ്കോപ്പ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ സോ ദാറ്റ് ദ പോയിൻറ്റ് എ ഈസ് ബൈസെക്റ്റഡ്. ദാറ്റ് മീൻസ് നമ്മുടെ ടെലസ്കോപ്പ് ഇപ്പോൾ പോയിൻറ്റ് ചെയ്യുന്നത് ടുവേർഡ്സ് എ ആയിരിക്കും. ഓക്കെ, എന്നിട്ട് ലോവർ ടൈറ്റൻ ചെയ്യാം.
ഇപ്പോൾ നമ്മുടെ ഹൊറിസോണ്ടൽ സർക്കിളിൽ ഏത് റീഡിംഗ് ഉണ്ടാവും? ഈ രണ്ടാമത് റീഡ് ചെയ്ത 60 ഉണ്ടാവും അല്ലേ? ആ 60 അവിടെ ഉണ്ടാവും. ടെലിസ്കോപ്പ് വിൽ ബി പോയിൻറ്റിങ് ടുവേർഡ്സ് എ. നൗ അപ്പർ ആൻഡ് ലോവർ ആർ ടൈറ്റൻഡ്. നൗ ഫോർ ദ തേർഡ് ടൈം വി ആർ ഗോയിങ് ടു മെഷർ ദ ആംഗിൾ. ഫോർ ദാറ്റ് വി ഹാവ് ടു ലൂസൻ ദി അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ. എന്നാലേ റീഡിങ് ചേഞ്ച് ആവുള്ളൂ. സോ നമ്മൾ ഇനി മൂന്നാമത് ഈ ഒരു AOB എന്നുള്ള ആംഗിൾ മെഷർ ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ലൂസൻ ചെയ്യുക. റൊട്ടേറ്റ് ദ ടെലിസ്കോപ്പ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ സോ ദാറ്റ് ദ പോയിന്റ് B ഈസ് ബൈസെക്റ്റഡ്. ദാറ്റ് മീൻസ് ദ തേർഡ് ടൈം വി ആർ മെഷറിങ് ദ ആംഗിൾ. നമ്മൾ A വെർണിയറും B വെർണിയറും റീഡ് ചെയ്യുക, ആവറേജ് എടുക്കുക. അപ്പോൾ നമ്മൾക്ക് മൂന്നാമത്തെ പ്രാവശ്യം മെഷർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു 90 ആ റീഡിങ് കിട്ടണം അല്ലേ? 3 പ്രാവശ്യം നമ്മൾ മെഷർ ചെയ്തു. ഇനി ആവറേജ് ഇൻക്ലൂഡഡ് ആംഗിൾ AOB. ആവറേജ് ആംഗിൾ AOB വിൽ ബി ഈക്വൽ ടു ഫൈനൽ റീഡിങ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് റെപ്പിറ്റീഷൻസ്. നമ്മളിപ്പോൾ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു? 3 ടൈംസ്. സോ 30 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് റെപ്പിറ്റീഷൻ മെത്തേഡ്. അതായത് നമ്മൾ സെയിം ആംഗിളിൽ തന്നെ 3 ടൈംസ് റിപ്പീറ്റ് ചെയ്ത് കാണാം. എന്നിട്ട് ഫൈനൽ റീഡിങ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റെപ്പിറ്റീഷൻസ്. അത് ചെയ്താൽ നമ്മളുടെ ആവറേജ് ഇൻക്ലൂഡഡ് ആംഗിൾ കിട്ടും. അപ്പോൾ ഇതേ പ്രൊസീജിയർ നമ്മൾ ഫേസ് ലെഫ്റ്റിലും ഫേസ് റൈറ്റിലും ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ആവറേജ് എടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ആവറേജ് എടുക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ആംഗിൾ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് റെപ്പിറ്റീഷൻ മെത്തേഡ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊസീജിയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. Horizontal angle is measured 3 times with the face left and face right, keeping the vernier reading at the end of each measurement unchanged. Then final reading in the first set become the initial reading in the next step. അതായത് ഫസ്റ്റ് സ്റ്റെപ്പിൽ റീഡിംഗ് ഉണ്ടല്ലോ, അത് നമ്മളുടെ സെക്കൻഡ് സ്റ്റെപ്പിൽ ഇനീഷ്യൽ റീഡിംഗ് ആയിരിക്കും. ദെൻ സെക്കൻഡ് സ്റ്റെപ്പിൽ ഫൈനൽ റീഡിംഗ് എന്ന് പറയുന്നത് തേർഡ് സ്റ്റെപ്പിൽ ഇനീഷ്യൽ റീഡിംഗ് ആയിരിക്കും. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കാണുക. ഫൈനലി ആവറേജ് ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഫൈനൽ റീഡിംഗ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് റെപ്പിറ്റേഷൻസ് ചെയ്യാം. ഇതാണ് മെത്തേഡ്. ഇനി പാർട്ട് സിയിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലിസ്റ്റ് എനി 4 യൂസസ് ഓഫ് തിയോഡലൈറ്റ് ഇൻ സർവേയിങ്. എക്സ്പ്ലെയിൻ എനി വൺ ഓഫ് ദ ലിസ്റ്റഡ് യൂസസ് വിത്ത് ഹെൽപ്പ് ഓഫ് സ്കെച്ചസ്. അപ്പോൾ എന്തൊക്കെയാണ് തിയോഡലൈറ്റിൻ്റെ യൂസസ് ഇൻ സർവേയിങ്? ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യാം, വെർട്ടിക്കൽ ആംഗിൾ മെഷർ ചെയ്യാം, ബിയറിംഗ് ഓഫ് എ ലൈൻ മെഷർ ചെയ്യാം, അതുപോലെ പ്രൊലോങ്ങിങ് എ സ്ട്രെയിറ്റ് ലൈൻ. 4 യൂസസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രൊലോങ്ങിങ് എ സ്ട്രെയിറ്റ് ലൈൻ, ഒരു സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെ പ്രൊലോങ് ചെയ്യാം എന്നുള്ളത് ആ മെത്തേഡ് പറയാം. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ പ്രൊലോങ് ചെയ്യാൻ വേണ്ടിയിട്ട് പല മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ലെറ്റ് വി ഹാവ് എ ലൈൻ AB. ഓക്കെ, ഈ AB എന്നുള്ള ലൈന് നമ്മൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം അല്ലെങ്കിൽ പ്രൊലോങ് ചെയ്യണം. ഓക്കെ, അതിനുള്ള പ്രൊസീജിയറാണ് ചോദിക്കുന്നത്. ഇങ്ങനെ പ്രൊലോങ് ചെയ്ത് പോകണം. ഓക്കെ, അപ്പോൾ അതിന് ഈ ഒരു മെത്തേഡ് പ്രകാരം ഫസ്റ്റ് ചെയ്യുന്നത് A എന്നുള്ള സ്റ്റേഷനിൽ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്യാം. എന്നിട്ട് Bയിൽ ഒരു റേഞ്ചിങ് റോഡ് ഫിക്സ് ചെയ്യാം. എന്നിട്ട് സെക്കൻഡ് റേഞ്ചിങ് റോഡ് നമ്മൾ ടെലസ്കോപ്പിലൂടെ ഇവിടുന്ന് സൈറ്റ് ചെയ്യുക. ആ സമയത്ത് ഒരു സെക്കൻഡ് റേഞ്ചിങ് റോഡ് നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതായത് ഈ Bയുടെ ബിയോണ്ടായിട്ട് ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് എത്തണം. അതായത് നമ്മൾ ഈ ടെലസ്കോപ്പിലൂടെ നോക്കുന്ന സമയത്ത് ഈ Bയിലുള്ള റേഞ്ചിങ് റോഡും ഈ Cയിലുള്ള റേഞ്ചിങ് റോഡും സെയിം ലൈനിലായിട്ട് കാണണം. അങ്ങനെ ഒരു പോയിന്റ് C എന്ന് പറയുന്നത് ബിയോണ്ട് B ചൂസ് ചെയ്യുക. ഓക്കെ, ദാറ്റ് മീൻസ് A, B ആൻഡ് C ഷുഡ് ബി ഇൻ ലൈൻ. ഈ 3 പോയിന്റ്സും ഒരു ലൈനിലായിരിക്കണം. നമുക്ക് ഇവിടുന്ന് A എന്നുള്ള സ്റ്റേഷനിൽ ടെലസ്കോപ്പിലൂടെ നോക്കിയാൽ കാണാൻ പറ്റും Bയുടെ എക്സാക്റ്റ് ബിഹൈൻഡിലായിട്ട് C കാണുന്ന രീതിയിൽ വേണം C ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻറ്റ് Aയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് Bയിലേക്ക് കൊണ്ടുപോവുക. ഓക്കെ, Bയിലെ റേഞ്ചിങ് റോഡ് എടുത്തിട്ട് D എന്നുള്ള പോയിന്റ് ചൂസ് ചെയ്യാം. അതെങ്ങനെ ചൂസ് ചെയ്യണം? ഇപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ Bയിൽ നിന്ന് ടെലസ്കോപ്പിലൂടെ നോക്കുന്ന സമയത്ത് Cയിലെ റേഞ്ചിങ് റോഡും Dയിലെ റേഞ്ചിങ് റോഡും സെയിം ലൈനിലായിട്ട് കാണണം. ആ രീതിയിൽ D എന്നുള്ള പോയിന്റ് ചൂസ് ചെയ്യാം.
അങ്ങനെ പ്രൊലോങ് ചെയ്ത് പോവാം. ഇത് നമുക്ക് ഫേസ് ലെഫ്റ്റിലും ഫേസ് റൈറ്റിലും ചെയ്യാം. അതിൻ്റെ ഒരു ആവറേജ് എടുത്തിട്ട് വേണം നമ്മൾ സി ഡി എന്നുള്ള പോയിൻറ്റ്സുകൾ ചൂസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ്. ഇനി ഇതുപോലെ വേറൊരു മെത്തേഡ് ഉണ്ട്. അതായത് സ്ട്രെയിറ്റ് ലൈൻ പ്രൊലോങ് ചെയ്യാൻ നമ്മളുടെ ടെലസ്കോപ്പ് ട്രാൻസിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട്. അതായത് ജസ്റ്റ് ഒന്ന് പറയാം, എ ബി എന്നുള്ളൊരു ലൈൻ ഉണ്ട്, നമ്മൾക്കത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകണം. ഓക്കെ, അപ്പോൾ അതിൽ നമ്മളിവിടെ ആദ്യം ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്യുന്നത് ബി എന്നുള്ള സ്റ്റേഷനിലാണ്. നമ്മൾ തിയോഡലൈറ്റ് ബിയിൽ സെറ്റ് ചെയ്യുക, എയിലൊരു റേഞ്ചിങ് റോഡ് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി ബിയിൽ നിന്ന് എയിൽ സൈറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ടെലസ്കോപ്പ് ഹൊറിസോണ്ടലായിട്ടുണ്ടാവും, സൈറ്റ് ചെയ്യുക. എന്നിട്ട് നേരെ ടെലസ്കോപ്പിനെ പ്ലഞ്ച് ചെയ്യുക. ഓക്കെ, എന്നിട്ട് വേറൊരു റേഞ്ചിങ് റോഡ് സി എന്നുള്ള പോയിന്റിൽ ചൂസ് ചെയ്യണം. അതായത് പ്ലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ സി എന്നുള്ള പോയിന്റിലെ റേഞ്ചിങ് റോഡ് കാണാൻ പറ്റണം. ഓക്കെ, അപ്പോൾ എയും സിയും ബിയും ഒരു ലൈനിലായിരിക്കും ഉണ്ടാവുക. ആ രീതിയിൽ വേണം സി എന്നുള്ള പോയിന്റ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ്, ബിയിൽ നിന്ന് ഇൻസ്ട്രുമെൻറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് സിയിലേക്ക് കൊണ്ടുപോവുക. എയിൽ റേഞ്ചിങ് റോഡ് എടുക്കുക, എന്നിട്ട് ഡി എന്നുള്ള പോയിന്റ് നമുക്ക് ചൂസ് ചെയ്യണം. അപ്പോൾ അതിന് സിയിൽ നിന്നിട്ട് ആദ്യം ബിയിനെ സൈറ്റ് ചെയ്യുക. ബിയിൽ റേഞ്ചിങ് റോഡ് വെച്ചിട്ട് അവിടെ സൈറ്റ് ചെയ്യുക. എന്നിട്ട് നേരെ ടെലസ്കോപ്പ് പ്ലഞ്ച് ചെയ്യുക. എന്നിട്ട് പോയിൻറ്റിങ് ടുവേർഡ്സ് ഡി, ആ ഒരു ഡയറക്ഷനിൽ ഡി എന്ന് പറയുന്ന പുതിയ പോയിന്റ് ചൂസ് ചെയ്യുക. അങ്ങനെ ടെലസ്കോപ്പ് പ്ലഞ്ച് ചെയ്തിട്ട് നെക്സ്റ്റ് പോയിന്റുകൾ നമ്മൾ ചൂസ് ചെയ്ത് പോകുന്നൊരു മെത്തേഡ്. ഇങ്ങനെയും ഈ രീതിയിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈനിന് പ്രൊലോങ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മെത്തേഡ് എഴുതിയാൽ മതി. ഓക്കെ, നൗ പാർട്ട് സിയിലെ തേർഡ് ക്വസ്റ്റ്യൻ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊരു പ്രോബ്ലമാണ്. അത് കോണ്ടൂറിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇവിടെ ദ ഏരിയ enclosed by various contours plotted at a proposed reservoir site is given below. Find the volume of water in the reservoir in cubic meters in both trapezoidal and prismodal formula. ഇവിടെ രണ്ട് ഫോർമുലയും യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ശരിക്കും വോളിയം കണ്ടുപിടിക്കാൻ രണ്ട് ഫോർമുല ഉണ്ട് അല്ലേ? വോളിയം കണ്ടുപിടിക്കാൻ ട്രപ്പീസോഡൽ ഫോർമുലയുണ്ട്, പ്രിസ്മോഡൽ ഫോർമുലയുണ്ട്. രണ്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ക്യൂബിക് മീറ്റേഴ്സിലാണ് നിങ്ങൾക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഏരിയ തന്നിട്ടുള്ളത് ഹെക്ടേഴ്സിലാണ്. അപ്പോൾ ഹെക്ടേഴ്സിന് ആദ്യം മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഫൈനൽ റീഡിങ് ക്യൂബിക് മീറ്ററിലാവുള്ളൂ. അപ്പോൾ 1 ഹെക്ടർ എന്ന് പറയുന്നത് 10⁴ m² ആണ്. 1 ഹെക്ടർ എന്ന് പറയുന്നത് 10⁴ m² ആണ്. ആ രീതിയിൽ കൺവേർട്ട് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇനീഷ്യലി കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ലാസ്റ്റ് ഫൈനൽ റീഡിങ്ങിനെ കൺവേർട്ട് ചെയ്താലും മതി. ഓക്കെ, നമുക്ക് ഓരോ ഫോർമുല യൂസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ അല്ലേ? ഏരിയ എൻക്ലോസ്ഡ് ബൈ വേരിയസ് കോണ്ടൂർസ് പ്ലോട്ടഡ് അറ്റ് പ്രൊപ്പോസ്ഡ് റിസർവോയർ സൈറ്റ് ഈസ് ഗിവൺ ബിലോ. ആ റിസർവോയറിൻ്റെ വാട്ടറിൻ്റെ കപ്പാസിറ്റി എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വോളിയം കണ്ടുപിടിക്കുക, അത്രയേ ഉള്ളൂ. നമുക്ക് ഫസ്റ്റ് ഫോർമുല നോക്കാം, ട്രപ്പീസോയിഡൽ ഫോർമുല. ഓക്കെ, ട്രപ്പീസോയിഡൽ ഫോർമുല വി ഇസ് ഈക്വൽ ടു എങ്ങനെയാണ് എഴുതുക? h ഇൻറ്റു A1 പ്ലസ് AN/2 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് A4 പ്ലസ് എക്സെട്ര. ഇവിടെ h എന്ന് പറയുന്നത് കോണ്ടൂർ ഇൻ്റർവെല്ലാണ്. അതുപോലെ A1, A2, A3 എന്നൊക്കെ പറയുന്നത് ഏരിയാസാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? കോണ്ടൂർ ഇൻ്റർവെൽ എത്രയാണെന്നുള്ളതാണ്. കോണ്ടൂർ ഇൻ്റർവെല്ല് ഇവിടെ ശ്രദ്ധിക്കുക. കോണ്ടൂർ എത്രയിൽ തന്നിട്ടുള്ളത്? 200, 205, 210, 215, 220 ആ രീതിയിലാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറയുമ്പോൾ 205 മൈനസ് 200 5, അതുപോലെ 210 മൈനസ് 205 5. ഓരോ കോണ്ടൂർ ലൈനുകളിലും ഏത് ഇൻ്റർവെല്ലുകളിലാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. 5 ആണ് ഇവിടെ ഇൻ്റർവെൽ വരുന്നത് അല്ലേ? 200, 205, 210, 215, 220. ഇപ്പോൾ 5 ആണ് ഇൻ്റർവെൽ വരുന്നത്, അത് ഓർത്ത് വെക്കുക. പിന്നെ ഇത് A1, A2, A3, A4,
A5. ഓക്കെ, നമ്മൾക്ക് AN എന്ന് പറയുന്നത് A5 ആണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇവിടെ H എന്ന് ഉദ്ദേശിക്കുന്നത് കോണ്ടൂർ ഇൻ്റർവെല്ല് എത്രയാണ് കിട്ടിയത്? 5. 5 ഇൻറ്റു A1 എന്ന് പറയുന്നത് നോക്കാം. A1 എന്ന് പറയുന്നത് 3. ദെൻ AN എന്ന് പറയുന്നത് 25. നിങ്ങൾക്ക് ഇപ്പോഴേ കൺവേർട്ട് ചെയ്തിട്ട് മീറ്റർ സ്ക്വയറിലാക്കിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫൈനലി കൺവേർട്ട് ചെയ്താലും മതി കേട്ടോ. ഇനി നോക്കുക, A1 എന്ന് പറയുമ്പോൾ 3 പ്ലസ് AN എന്ന് പറയുന്നത് 25/2. ഓക്കെ, ദെൻ A2 എന്ന് പറയുന്നത് 8, ദെൻ 15, 20. അത് ഫസ്റ്റ് ഏരിയ പ്ലസ് ലാസ്റ്റ് ഏരിയ ഡിവൈഡ് ബൈ 2 പ്ലസ് അതിനിടയിൽ വരുന്ന എല്ലാ ഏരിയകളുടെയും സമ്മ്. അത്രയാണ് ഇതിൽ പറയുന്നത്. ഇനി ഇത് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് 5 ഇൻറ്റു ദിസ് വൺ ഈസ് 14. ദെൻ ബൈ ആഡിങ് ഓൾ ദിസ് വി വിൽ ഗെറ്റ് 43. Now 5 into 57 you will get the value 285 എന്ന് കിട്ടും. ഇത് നമ്മളിപ്പോൾ ഏരിയ കൺവേർട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഹെക്ടർ മീറ്ററിലാണ് ഈ വാല്യൂ. ഇനി ഇതിനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1 ഹെക്ടർ ഇസ് ഈക്വൽ ടു 10⁴ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ 10⁴ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, വാല്യൂ കറക്റ്റ് കിട്ടും. ഇതാണ് ട്രപ്പീസോയിഡൽ ഫോർമുല വെച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ. ഓക്കെ, നൗ നെക്സ്റ്റ് ഫോർമുല അതേതാണ്? പ്രിസ്മോഡൽ ഫോർമുല. അതും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. പ്രിസ്മോഡൽ ഫോർമുല V is equal to H/3 into A1 plus AN plus 4 into sum of even areas A2 plus A4 plus etc. plus 2 into sum of odd areas A3 plus A5 plus etc. ഓക്കെ, ഇനി എച്ച് എത്രയാണ് നമുക്ക്? എച്ച് എന്ന് പറഞ്ഞാൽ കോണ്ടൂർ ഇൻ്റർവെല്ല്. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ കോണ്ടൂർ ഇൻ്റർവെല്ല് 5 ആണ്. 5/3. A1 പ്ലസ് AN എന്ന് പറയുമ്പോൾ 3 പ്ലസ് 25 പ്ലസ് 4 ഇൻറ്റു ഈവൻ ഏരിയാസ്. ഈവൻ ഏരിയാസ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുക, നമ്മളിവിടെ ഈ ക്വസ്റ്റ്യനിൽ A1 ഇത് AN, ഓക്കെ, A2 A3 A4. ഓക്കെ, അപ്പോൾ ഈവൻ ഏരിയാസ് ഏതൊക്കെയാണ്? 8ഉം 20ഉം. ഓഡ് ഏരിയ ഏതാ? 15. ക്ലിയർ ആണല്ലോ? സോ ഇവിടെ A1 പ്ലസ് AN എഴുതി. ഇനി 4 ഇൻറ്റു ഈവൻ ഏരിയാസ് 8 പ്ലസ് 20 പ്ലസ് 2 ഇൻറ്റു ഓഡ് ഏരിയ. ഓഡ് ഏരിയ എന്ന് പറയുമ്പോൾ 15 അല്ലേ? ഇത് ചെയ്ത് കഴിയുമ്പോൾ 5/3 ഇൻറ്റു 28 വരും. ഇവിടെ 28 ഇൻറ്റു 4 വരും. ദാറ്റ് മീൻസ് 28 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 112 വരും. പ്ലസ് 2 ഇൻറ്റു 15 30 വരും. ഓക്കെ, ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5/3 ഇൻറ്റു 170 ആണ്. ദാറ്റ് മീൻസ് 850 ഡിവൈഡഡ് ബൈ 3. ദാറ്റ്സ് ഈക്വൽ ടു 283.33. ദിസ് മച്ച് ഹെക്ടർ മീറ്റർ ആണ്. ഞാനത് കൺവേർട്ട് ചെയ്യാതെയാണ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ഹെക്ടർ മീറ്റർ ആണ്. ഇനി ഈ ഫൈനൽ റീഡിങ്ങിന് ഇൻറ്റു 10⁴ ചെയ്താൽ ക്യൂബിക് മീറ്ററിലുള്ള വാല്യൂ ആയി. ഓക്കെ, 2 ഫോർമുല വെച്ചിട്ടുള്ള ആൻസറുകളാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, ചില ക്വസ്റ്റ്യനിൽ നിങ്ങളോട് ഏതെങ്കിലും ഒരു ഫോർമുല യൂസ് ചെയ്താൽ മതി എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഫോർമുല യൂസ് ചെയ്താൽ മതി. ചില ക്വസ്റ്റ്യനിൽ ബോത്ത് ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യണമെന്ന് തന്നെ പറയും. ആ സമയത്ത് നിങ്ങൾ ട്രപ്പീസോയിഡൽ ഫോർമുലയും പ്രിസ്മോഡൽ ഫോർമുലയും രണ്ടും യൂസ് ചെയ്യണം. ഓക്കെ, പ്രിസ്മോഡൽ ഫോർമുല എന്ന് പറഞ്ഞാൽ V is equal to H/3 ഇൻറ്റു A1 പ്ലസ് AN പ്ലസ് 4 ഇൻറ്റു ഈവൻ ഏരിയാസ് പ്ലസ് 2 ഇൻറ്റു ഓഡ് ഏരിയാസ്.
ഓക്കെ, വെർ എച്ച് ഇസ് ദ കോണ്ടൂർ ഇൻ്റർവെൽ. കോണ്ടൂർ ഇൻ്റർവെൽ എത്രയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് മാർക്കുണ്ട് കേട്ടോ. അതുപോലെ ഇക്വേഷൻ എഴുതുന്നതിന് മാർക്കുണ്ട്, അപ്ലൈ ചെയ്യുന്നതിന്, അതുപോലെ ഫൈനൽ ആൻസറിന്. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടായിരിക്കും മാർക്ക് ഉണ്ടാവുക. ചില ക്വസ്റ്റ്യനിൽ കോണ്ടൂർ ഇൻ്റർവെല്ല് ഡയറക്റ്റ് തരും, ഇല്ലെങ്കിൽ ചിലതിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അത് കോണ്ടൂർ ഇൻ്റർവെല്ല് ഏതൊക്കെ ഇൻ്റർവെല്ലുകളിലാണ് കോണ്ടൂർസ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത് നോക്കിയാൽ മതി, ക്വസ്റ്റ്യൻ നോക്കിയാൽ തന്നെ കിട്ടും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.